ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ അത്യാവശ്യം എല്ലാവരും റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. തംബ്ലൈൻ കണ്ട പോലെ നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ് ഇന്ന്. ഒരു സമയത്ത് എനിക്ക് കൂടുതൽ എൻ്റെ കമൻറ്റ് വരുന്നത് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡായിരുന്നു. ഇപ്പം എനിക്ക് മൊത്തം വരുന്ന എൻ്റെ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് തന്നെ ചെയ്യാം. കുറച്ച് നാളോട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇരുന്ന് ഡയറിക്കകത്തൊക്കെ നോട്ടായിട്ട് എഴുതി എന്തൊക്കെ പറയണം എന്നൊക്കെ. അപ്പം ഹിയർ ഇറ്റ് ഈസ്, നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. അതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോഴല്ല പറയുന്നത്, ഈ വീഡിയോയുടെ അവസാനമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്താണ് കമൻറ്റ് ഇടുന്നത്. ഇതിനകത്തുനിന്നായിരിക്കും നിങ്ങൾ പിക്ക് ചെയ്യുന്നത്. ഒരാളെ പിക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ, ഒരൊക്കെയുള്ളൂ ഇപ്രാവശ്യം ഗിഫ്റ്റ്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ഒരു ന്യൂ മെമ്പറിനെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ആളുടെ പേരെന്താന്ന് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പേരെന്താന്ന്. കൊണ്ടുവാ, കം. കണ്ടോ, ഇതാണ് ബ്രൗണി എന്നാണ് നമ്മൾ പേരിട്ടത്. അത്യാവശ്യം ഒരുപാട് കമന്റ് വന്ന് അതിനകത്തൊന്ന് പിക്ക് ചെയ്തതാണ് ബ്രൗണി. ഹായ് പറ, ഹായ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ടിപ്സ് കാര്യങ്ങൾ പറയാം. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അല്ലാണ്ട് എന്ത് തേച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ മാസ്ക് ഇട്ടെന്ന് പറഞ്ഞാലും ഇത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പോയി. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, ഫുഡ് കഴിക്കുക. ഇതാണ് ഇതിൻ്റെ മെയിന്. അപ്പം എന്ത് വേണമെങ്കിലും വാരി വലിച്ച് തിന്നാന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഹെയറിനും നമ്മുടെ സ്കിന്നിനും പറ്റിയ ഒരുപാട് ഫുഡുകളുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗൂഗിളിനകത്തോ അല്ലെങ്കിൽ ഇപ്പോൾ പിൻട്രസ്റ്റിനകത്തോ ഒക്കെ ടിപ്സ് കാര്യങ്ങൾ ഒരുപാട് ഇടുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞുതരാമെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുക, ഒരുപാട് ജ്യൂസ് കാര്യങ്ങൾ കുടിക്കുക, ക്യാരറ്റ് ജ്യൂസ്, നട്ട്സ് ഒരുപാട് കഴിക്കുക, പിന്നെ അവക്കാഡോ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒക്കെ ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രാവിലെ എണ്ണിക്കുമ്പോൾ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ചില ദിവസം നിങ്ങൾ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക. വെള്ളമൊന്നും ചേർക്കാണ്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇച്ചിരി പുളിയൊക്കെ കാണും, എന്നാലും അടിപൊളിയാണ്. സ്കിന്നിനും അടിപൊളിയാണ്, നമ്മുടെ ഹെയറിനും പക്കയാണ്. ഈ രണ്ടുപേരും കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. രണ്ടും കൂടെ കിടന്നങ്ങ് സൗണ്ട് വെക്കുക. ചെല്ലേ ചെല്ലി, നിങ്ങൾ വലിയ രണ്ടിനും കൂടെ തോറ്റി. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കിടക്കുന്നതിന് ബെഡ് ടൈമിന് മുന്നേ നിങ്ങൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുക ഹെയർ. നിങ്ങൾക്ക് ഏതെങ്കിലും സിറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യത്തില്ലെങ്കിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഒരു 10 മിനിറ്റ് നല്ല രീതിയിൽ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഞാൻ ബൺ സ്റ്റൈലാണ്. രാത്രി കിടക്കാൻ നേരത്ത് കെട്ടുന്ന നല്ലതായിരിക്കും അത്. പിന്നെ മടങ്ങിടുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് ബൺ സ്റ്റൈലായിരിക്കും പെർഫെക്റ്റ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്ട്രെസ്സായിട്ടിരിക്കുന്നവരല്ല, ഡിപ്രഷനിലേക്കിട്ടൊക്കെ പോകുന്നവർക്കും ഇത് ബാധകമാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്കിന്നും ഹെയറും എല്ലാം. അപ്പം മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കാൻ നിൽക്കുക, ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. എപ്പോഴും സ്കിന്നായാലും ഹെയർ ആയാലും എപ്പോഴും നമ്മളിങ്ങനെ തോരത്തോരെ വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം അതൊന്നും അല്ല, നിങ്ങൾക്ക് ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ എത്ര പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാറുന്നില്ല, എന്തൊക്കെ ടിപ്സ് കാര്യങ്ങൾ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് അവർ തന്നെ പറഞ്ഞു തരും ഒരുപാട് കാര്യങ്ങൾ. അല്ലാണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് വെറുതെ ഹെയറും ഇതും വെറുതെ നശിപ്പിച്ച് കളയരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഞാൻ എടുത്ത് ആരാതൊന്നും പറയുന്നില്ല. കുറേ കപ്പിളായാലും അല്ലാണ്ടുള്ളവരായാലും അടിയിൽ കമൻറ്റ് ഇടുന്ന കാണാം, 4 മാസം 5 മാസം ഞങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ റിവ്യൂ പറയുന്നതെന്ന്. ഒരിക്കലും അല്ല, അത് ആ രീതിയിലല്ല. ആസ് എ ഇൻഫ്ലുവൻസർ ഞാൻ പറയാണ്, അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവർ കാണിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണമെന്നില്ല. സോ നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഇതൊക്കെ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിനി എൻ്റെ ഹെയർ കെയർ ജേർണിയിലേക്ക് പോകാം. അപ്പം ഞാൻ ചെയ്യുന്നത്, ഓയിലിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഴ്ചയിലാകെ 2 ദിവസമേ എണ്ണ തേക്കാറുള്ളൂ, തല നനയ്ക്കാറുള്ളൂ. ഇതാണ് കറക്റ്റ് കാര്യം. അപ്പം അഥവാ എണ്ണ തേക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യും. നമ്മളല്ലാണ്ട് ഉള്ള എണ്ണ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇസാ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഹെയർ ഓയിലാണ്. ഞാനിവിടെ പേര് കൊടുത്തേക്കാം, മനസ്സിലായിട്ടില്ല അവർ അറിയായിരിക്കും നിങ്ങൾക്ക്. അഞ്ജന അമ്പാടി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ പ്രോഡക്റ്റാണ്. ചേച്ചിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ട്. ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു ഹെയർ ഓയിലാണ്. അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ 2 ബോട്ടിൽ ഇപ്പം യൂസാക്കി തീർന്നു. ഇപ്പം 3ാമത്തെ ബോട്ടിൽ ഇനി ഓർഡർ ചെയ്യണം. അപ്പം അവരുടെ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ആക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനകത്തോട്ട് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്യും. ഞാനിവിടെ വീഡിയോ കൊടുത്തേക്കാം. അത് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ
ഹെയറിൽ ഞാൻ അധികം യൂസ് ആക്കാറില്ല, ഇടയ്ക്കൊക്കെ യൂസ് ആക്കാറുള്ളൂ. സ്കാൽപ്പിൽ നല്ലപോലെ തേച്ച് മസാജ് ചെയ്യുക, ഒരു അരമണിക്കൂറിന് ശേഷം മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകുക. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ താളി യൂസ് ചെയ്താലും മതി. ഓക്കെ, ഇത്രയ്ക്കാണ് ഞാൻ ഓയിൽ തേക്കുന്ന പരിപാടികൾ. ഇനി എങ്ങനെയാണ് എൻ്റെ ഹെയർ വളർന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ട്, എൻ്റെ അമ്മുമ്മയ്ക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ട്. അപ്പോൾ ജനറ്റിക്കലി മേ ബി എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ചെറുതിലേ മുതലേ നല്ല മുടിയാണ്, അത്യാവശ്യം നടുവിന് താഴെ വരെ എനിക്ക് മുടി ഉണ്ടായിരുന്നു. ഒരു 10ാം ക്ലാസ്, ഒരു +1 ആ ഒരു ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഉള്ള ഒരാൾ എൻ്റെ സോക്കേടിന് ഞാനത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ, അതായത് ദേണ്ട ഈ ഒരു ലെങ്തിൽ ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അത് വണ്ടർലായിൽ എന്തോ പോയ സമയത്ത് ആ ഹെയർ വാട്ടറിൻ്റെ എനിക്കങ്ങോട്ട് പിടിച്ചില്ല, അതുകൊണ്ട് എൻ്റെ ഹെയർ ഫുൾ ഡാമേജ് ആയിപ്പോയി. സൂക്ഷിക്കത്തേ ഇല്ലായിരുന്നു. പണ്ടുള്ളവർ പറയുന്നത് ഇപ്പോഴേ മുടി വളർത്തണ്ട, ഇപ്പോഴേ സൂക്ഷിക്കൂലെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കൊന്നും വെട്ടുന്ന ഇഷ്ടമല്ല, അമ്മയ്ക്ക് വെട്ടുന്ന ഇഷ്ടമല്ല, ചേട്ടന് വെട്ടുന്ന ഇഷ്ടമല്ല, അപ്പായിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ അങ്ങനെ വെട്ടത്തേ ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ തുമ്പ് വെട്ടത്തേ ഉള്ളൂ. പിന്നെ ഞാൻ അന്നാണ് +1 പഠിക്കുമ്പോഴാണ് ഞാൻ നല്ല രീതിയിൽ കയറ്റി അങ്ങ് വെട്ടി. പിന്നെ ശേഷം ഇങ്ങനെ വെട്ടി നമ്മളിൽ ബട്ടർഫ്ലൈ കട്ട്, ലെയർ കട്ട് അങ്ങനെ വെട്ടി വരികയാണ്. ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ കെയർ പോലെ ഇരിക്കും കേട്ടോ. അതായത് എനിക്ക് കല്യാണം കഴിഞ്ഞ് തൊട്ട് പറയുന്നത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഞങ്ങൾ ഒരേ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് അവിടുത്തെ വാട്ടർ കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചല്ലാണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഹിസ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ ബ്രാൻഡാണ്, ആ ഓയിലാണ്. അത് അടിപൊളിയാണ്, നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ഷാമ്പു ഏതാണ്, കണ്ടീഷണർ ഏതാണെന്ന് ഞാനൊക്കെ യൂസ് ചെയ്തത് ഞാൻ പറയാം. കൃത്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് അത്യാവശ്യം കിട്ടിയ ഒരു ഹെയർ മാസ്ക് പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര മടിച്ചാണ് ഈ കാര്യത്തിൽ. എനിക്ക് ഇതുപോലൊന്നും എനിക്കാരും ചെയ്തു തന്നാൽ ഞാൻ ചെയ്യും, അല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് മുതൽ ചെയ്തിട്ടുള്ളവരെന്ന് പറഞ്ഞുതരാം. നമുക്ക് കറ്റാർ വാഴ യൂസ് ചെയ്യാം. വെറുതെ കറ്റാർ വാഴ ഇങ്ങനെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഹെയറിൽ മാത്രമല്ല സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കറ്റാർ വാഴ ഇങ്ങനെ വെറുതെ തേച്ചിട്ട് ഒരു 1/2-3/4 മണിക്കൂർ വെച്ചിട്ട് കൊണ്ട് കഴുകി കളഞ്ഞാൽ മതി. നല്ല രീതിയിൽ സ്കാൽപ്പ് നല്ല രീതിയിൽ തണുക്കും, നല്ല സുഖമാണ്. പിന്നുള്ളത് നമ്മുടെ ചെമ്പരത്തി ഇലയില്ലേ, ചെമ്പരത്തി ഇല പറിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിനകത്തോട്ട് റോസ്മേരി ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഹെയർ ഓയിലോ. ഇത് കാരണം ഈ ചെമ്പരത്തി ഇല നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഡ്രൈ ആക്കും. അപ്പോൾ അത് മാത്രം വെച്ച് അരച്ചാലും നല്ലതാണ്. ഹെയർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാൻഡ്രഫ്, ഹെയർ ഒരുമാതിരി പൊട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. റോസ്മേരി ഓയിൽ ചേർക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണത്. നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഈ സാധനം യൂസ് ആക്കുന്നവർക്കറിയാം, റോസ്മേരി വാട്ടർ യൂസ് ആക്കിയിട്ടുള്ള ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നതാണ്, യൂസ് നിർത്തുമ്പോൾ ഏത് ഹെയർ ഫാൾ വരുമെന്ന്. സത്യമുള്ള കാര്യമാണ്, എനിക്കത് പണി കിട്ടിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ യൂസ് ആക്കേണ്ട രീതിയിൽ യൂസ് ആക്കിയാൽ ചിലപ്പോൾ പണി കിട്ടത്തില്ല. അതായത് ആഴ്ചയിൽ 2 വട്ടമൊക്കെ യൂസ് ചെയ്താൽ മതി. എനിക്കിവിടെ റോസ്മേരി വാട്ടർ ഇരിപ്പുണ്ട്, ഞാൻ ആകെ എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. പക്ഷേ അത് നല്ലതാണ്, പെട്ടെന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കുക. ഹെയർ ഫാളും ഇമ്പ്രൂവ് ആക്കുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ താരനുള്ളവർക്ക് അറിയാതിരിക്കുക അതിൻ്റെ ബുദ്ധിമുട്ട്. നല്ല രീതിയിൽ മുടി പൊഴിയും. പക്ഷെ എനിക്ക് മുടി പൊഴിയുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഇരട്ടി എനിക്ക് നീളം വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ റോസ്മേരി വാട്ടർ നല്ലതാണ്. ഈ രീതിയിൽ യൂസ് ചെയ്താൽ അടിപൊളിയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള മാസ്ക്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നവരുണ്ട്. ഇപ്പോൾ കറിവേപ്പില, പിന്നെ എന്തായിരുന്നു ഈ ചെമ്പരത്തി ഇലയുടെ അതിൻ്റെ പൂവ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഉള്ളി, ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയ പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇത്തിരി ലെങ്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ കറൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാമ്പൂ ഉണ്ട്, അവസ്ഥ ഉണ്ടോ, ഷാമ്പൂ കണ്ടീഷണറും ഇതാണ്. ഇത് നല്ല അടിപൊളി കണ്ടീഷണർ ഷാമ്പൂ ആണ്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ നൈസാണ്. അത്യാവശ്യം ഹെയർ നല്ല സ്മൂത്ത് സിൽക്കി ആയിട്ട് കിടക്കാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ഒരു മാസ്ക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഹിമാലയയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ ക്രീം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലതാണ്. ഈ പറയുന്ന പോലെ താരന് കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ യൂസ് ചെയ്തിട്ടൊരു 2-3 ദിവസത്തേക്ക്, നമുക്കിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിന് മുന്നേ ഇത് തല തേച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് ഈ സാധനം നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത്. അതിൽ നല്ല നിങ്ങൾ ഏതെങ്കിലും പോയി സ്പാ വല്ലതും ചെയ്യുമോ അല്ലെങ്കിൽ ഡാൻഡ്രഫിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ. ഞാൻ അന്നൊരു ദിവസം വീഡിയോ ഇട്ടില്ലേ, അതേപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയുടെ ബെറ്റർ ആയിരിക്കും. അതായത് ഒരു വട്ടം ചെയ്താൽ പോരാ,
കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് മാസത്തിൽ ഒരു വട്ടമൊക്കെ 21 ദിവസത്തിന് ശേഷം അങ്ങോട്ട് പോയി വീണ്ടും ചെയ്യണമെന്ന് പറയുന്നേക്കാം. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഹെയർ കെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഡാൻഡ്രഫിനായാലും ഹെയർ ഫോളിനായാലും ഒക്കെ സ്പാ ഉണ്ട്, അതൊക്കെ മാസത്തിൽ ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഈ റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ, ഇതും ഇത്രയായി. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ആഴ്ചയിലാകെ 1-2 വട്ടമൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ, അതും തോന്നിയാൽ മാത്രം. അടുത്ത പ്രോഡക്റ്റ് എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് മേടിച്ചപ്പോൾ തന്നെ നല്ല ഹൈപ്പ് കയറിയ ഒരു പ്രോഡക്റ്റാണിത്. പക്ഷേ ഇപ്പോഴും ഇൻഫ്ലുവൻസറൊക്കെ ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി പ്രൊമോഷനായിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം റിവ്യൂ ആണോ എന്നറിയത്തില്ല. പക്ഷേ എനിക്കിത് ഒട്ടും വർക്കായിട്ടില്ല. ഇത് വിഷ് കെയറിൻ്റെ AHA ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. സംഭവം തീർന്നു കേട്ടോ, സംഭവം തീർന്നു. പക്ഷേ ഒരു ഗുണവും എനിക്ക് ഒരു ഗുണവും ഇല്ലായിരുന്നു. എൻ്റെ ഡാൻഡ്രഫ് പോയതേ ഇല്ല. വാഷ് ചെയ്യുന്ന ആ ദിവസം മാത്രമില്ല, പിറ്റേ ദിവസം തൊട്ട് വീണ്ടും വരിക. എനിക്കതുകൊണ്ട് ഒട്ടും വർക്കാവാത്ത ഒരു പ്രോഡക്റ്റാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇതിനകത്ത് റിവ്യൂ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കല്യാണം കഴിഞ്ഞ ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഓയിലും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്ലിക്സിൻ്റെ റോസ്മേരി ആൻറ്റി ഹെയർ ഫാൾ ഷാമ്പൂ കണ്ടീഷണർ. ഇതിപ്പോൾ കണ്ടീഷണർ മാത്രമേ ഉള്ളൂ, എൻ്റെ ഷാമ്പൂ തീർന്നിട്ട് ബോട്ടിൽ എവിടെയോ കിടപ്പുണ്ട്. അപ്പോൾ ഇത് പക്ഷേ കണ്ടീഷണർ കുറച്ചുകൂടെ ഉണ്ട്, അതാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പം ഇത് അടിപൊളിയാണ്. എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഹെയർ ഫാൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത്, ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഹെയർ ഫാൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പെട്ടെന്ന് മുടി നീളം വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതും യൂസ് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഹെയർ സിറം യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോറിയലിൻ്റെ ഹെയർ സിറമാണ്. അതായത് മുടിയിൽ മാത്രം യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഷൈനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷൈനായിട്ട് സെറ്റായിട്ട് കിടക്കും. ഇതേപോലെ തന്നെ സ്കാൽപ്പിൽ വിഷ് കെയറിൻ്റെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണിത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്ദു ഇതന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നന്ദുവിന് നല്ല രീതിയിലുള്ള ഹെയർ ഫാളുണ്ട്. അപ്പം ഞങ്ങളിപ്പം ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിവ്യൂ പറയാറായിട്ടൊന്നുമില്ല, കാരണം മേടിച്ചിട്ടൊരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലൊരു റിവ്യൂ പറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര റേറ്റാണ് ഇതിന്, അതേ ഉള്ളൂ പ്രശ്നം. പിന്നെ ഉള്ളത്, ഞാൻ യൂസാക്കിയിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ ഞാനത് ഒരുപാട് യൂസാക്കാൻ പോയില്ല. ഇതൊരു മിനിമലിസ്റ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് സിറമാണ്. ഇത് ഞാൻ യൂസാക്കിയില്ല, കാരണം ഇത് യൂസാക്കാഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്ത സമയത്ത് 1-2 വട്ടം യൂസ് ചെയ്തിട്ടോ. സ്കാൽപ്പ് ചെയ്തപ്പോൾ എനിക്കങ്ങ് പുകയുന്ന മാതിരിയൊക്കെ തോന്നി. ഞാൻ അതുകൊണ്ട് പിന്നെ യൂസാക്കാൻ ഞാൻ പോയില്ല. അപ്പം ഇതും ആരെങ്കിലും യൂസാക്കുന്നുണ്ടെങ്കിൽ റിവ്യൂ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റൊന്നും അല്ല കേട്ടോ വാങ്ങിച്ചേക്കുന്നത്, 2 പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ 2 ബോട്ടിൽസ് ഉണ്ട്. അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണി. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, എൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. എനിക്കും നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്. ഞാൻ ഇതേപോലെ തന്നെ സ്പാ ചെയ്യുകയും ഇങ്ങനെ ചെറിയ ചെറിയ കൈപ്പിടി കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെയാണ്. ഞാൻ നല്ല രീതിയിലുള്ള മടിച്ചാണ്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ നിലവിലുള്ള ഹെയർ. ഇപ്പം അതുമല്ല, ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഞാൻ സെറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി മുന്നേ ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേക്ക് മീ ബോൾഡിൻ്റെ ഈ ഹെയർ സ്ട്രൈറ്റ്നറും ഹെയർ ഡ്രയറും ഒക്കെയാണ് ഞാൻ യൂസാക്കുന്നത്. ഇതേണ്ട, അല്ല, ഇതാണ് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇത് മേക്ക് മീ ബോൾഡിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ സൈഡിൽ എവിടേക്കൊക്കെ കൊടുത്തേക്കാം കേട്ടോ, അല്ല ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഇട്ടേക്കുന്നത് സുഡേന്നാണ്, കാരണം ഞാൻ പറയാത്തതൊക്കെ ആയിരിക്കും നിങ്ങൾ ലിങ്ക് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഗിവ് അവേ അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് കാണിക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ഗിഫ്റ്റ്. ക്രിസ്മസ് ഹാമ്പർ അല്ലെങ്കിൽ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് മിക്കതും എനിക്കും ഈ കിട്ടുന്ന ആൾക്കും മാത്രം കാണാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കേട്ടോ, കാരണം ഞാൻ മിക്കതും റാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടാ?
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വേറെ സിമ്പിളാണ്. നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ഇടുക മാത്രമേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഞാൻ ഒരാളെ പിക്ക് ചെയ്യുന്നതായിരിക്കും. ആ ആൾക്ക് ഈ 20-ാം തീയതി മുന്നേ അല്ലെങ്കിൽ 22-ാം തീയതി മുന്നേ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 22 ആണ്. ഇതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ഇടുക, നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.